ഹായ് ഗായ്സ്, എന്റെ കല്യാണമാണ്. അങ്ങനെ ഫൈനലി ആ ദിവസം വന്നിട്ടിരിക്കുകയാണ് ഗായ്സ്. ചാനലുണ്ടോ ആരെങ്കിലും കാണും? ബിപിനെ ടെൻഷൻ ഉണ്ടോ? എന്നാണ് ബിപിന്റെ കല്യാണ തലേന്നാണ്. ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇങ്ങനല്ല. എന്തായാലും നല്ല ടെൻഷൻ ഉണ്ട്. ലാസ്റ്റ് സിംഗിൾ ഡേ അല്ലേ, ടെൻഷൻ കുറച്ച് കാണും. ഓരോ സൈഡിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഈ കുറെ പേരൊക്കെ പെണ്ണിന്റെ വീട്ടിൽ പോകുന്നുണ്ട്. ഓരോ മൈലാഞ്ചി ഹാർട്ട് ബീറ്റ് കൂട്ടുന്നുണ്ട്. ഇവൻ ഡോക്ടറാണ്. നിങ്ങൾക്ക് അറിയാലോ സഹലിനെ. സഹൽ ഇസ് ബാക്ക്. പണിയെടുക്കാൻ പറഞ്ഞപ്പോ സഹൽ ഇവിടെ ഇരുന്ന് കൺട്രാക്ട് എടുക്കുന്നത്. ഇന്നത്തെ പരിപാടി ഞാൻ വീട്ടിലെ പരിപാടിക്ക് മാത്രമേ ഉള്ളൂ. വീട്ടിലെല്ലാവരും പോയപ്പോൾ നമ്മളാണ് അവിടെ തന്നെ മെയിൻ ആൾക്കാർ. ഗസ്റ്റ് കൊണ്ടുകൊടുക്ക്, ഇങ്ങോട്ട് കൊടുക്ക്. റൂമൊക്കെ സ്നേഹം കറി എടുക്കാൻ പോയിരിക്കില്ലേ? നീ ഇതും കൊണ്ടുപോകും. ഞാൻ ചായ എടുക്കാം. മധുരം ഇട്ടിട്ടില്ല. അതില്ല ചായ എടുക്കുന്ന. ഗുഡ് ബോയ്. ഓക്കെ, നമ്മളിപ്പോൾ ചായ റെഡിയാക്കിയിട്ട് പാത്രം കഴുകിയിട്ട് റെഡിയാക്കിയിട്ട് ചായ എടുത്തിട്ട് ഗസ്റ്റിന് കൊടുക്കും. അതെ, പുറം പണി എടുത്തിട്ട് എങ്ങനെയുണ്ടോ? പുറം പണിയൊക്കെ എടുത്തിട്ട് എങ്ങനെയുണ്ട്? ശീലമായോണ്ട് വലിയ കുഴപ്പമില്ല. സാരായിരുന്നു പുറത്ത് അവിടെ ഒരു കുഴി കുത്താൻ സഹായിച്ച ടോർച്ച് വീഡിയോ ഇത് ഡോക്ടർ സഹൽ കഷ്ടപ്പെട്ട് ഡോക്ടർ സഹലിൻ്റെ മേൽനോട്ടത്തിൽ ചെയ്തതാണ്. കാരണം വെള്ളം വീഴുന്നിട്ട് ലാസ്റ്റ് ഓവർഫ്ലോ വരാതിരിക്കാൻ വേണ്ടി. അടുത്ത ഇനി ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്ന പണിയാണ്. അതിന് ആൾക്കാർ വന്നിട്ടുണ്ട്. നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് വർക്ക് ചെയ്യാന്നുള്ളത് കാണിച്ചു തരുന്നത്. ബാക്കിയുള്ള ജോലികൾ നീ കണ്ടറിഞ്ഞ് ചെയ്യുക. അടുത്ത വരുന്ന പണിയില്ലേ, അത് നീ തന്നെ ചെയ്താൽ. കല്യാണ ചെക്കൻ കട്ട ടെൻഷൻ. ബിപിനെ എന്തെങ്കിലും പറ. എല്ലാത്തിനും ബിപിന്റെ കണ്ണത്തനം വെച്ച് കഴിഞ്ഞു. അടുത്ത സെറ്റ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗസ്റ്റ് വരിക, കയറ്റുക, ഇരുത്തുക. മെനു പറയുന്നത് നമ്മൾ മെനു എന്തായിരുന്നു? ഇടിയപ്പവും ചിക്കൻ കറിയും. ചിക്കൻ ആയിരുന്നു. എല്ലാം നമ്മുടെ കോളേജ് പണിയെടുക്കുന്ന ബിപിൻ. നമ്മളിപ്പോ ബിപിന് വേണ്ടി കേക്ക് വാങ്ങിക്കാൻ പോയാണ്. അതിന് കായംകുളത്ത് നല്ല ബേക്കറി ഒന്നും കാണാനില്ല. ഇപ്പൊ ഇറങ്ങിയല്ലേ ഉള്ളൂ. കായംകുളത്ത് ആൾക്കാർ എനിക്ക് ആദ്യം വീക്ഷണം ഉണ്ട്. നമ്മള് ഇവിടുത്തെ ആള് പറഞ്ഞ് ബെസ്റ്റ് ബേക്കറി പോയി കഴിഞ്ഞാൽ കേക്ക് കിട്ടുന്നു. അപ്പൊ നമ്മൾ ബിപിന് വേണ്ടി പോയിട്ട് ഹാപ്പി സിംഗിൾ റോമിയോ സ്വീറ്റ്സിൽ കയറാം. സ്വീറ്റ്സ് അല്ലേ കേക്ക് ആണ്. ഇവിടെ നമ്മളിപ്പോൾ നോക്കുന്നത് ബെസ്റ്റ് ബേക്കറിയാണ്. ബെസ്റ്റ് ബേക്കറി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഐറ്റം കേക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്.
വെസ്റ്റ് ബേക്കറി പോയിട്ട് കേക്ക് ഒപ്പിച്ചിട്ട് അതാ വെസ്റ്റ് ബേക്കറി. അവിടെ പോയിട്ട് ഹാപ്പി സിംഗിൾസ് ഡേ എന്ന് പറഞ്ഞിട്ട് കേക്ക് വാങ്ങിക്കാൻ നമ്മൾ പോകാൻ. പിന്നെ സിംഗിൾസ് ഡേ CI SIN NGLE ഈ ആക്കിയാ പിന്നെ ഒരു എസും കൂടി. ഡേ വെലിങ്ങനെ ഏതുണ്ട ഡേ ഇതിന് പേരുണ്ടോ? ഡേ ബിബി മോൻ. ആ സൈഡില് ബിബി മോൻ ബിബിയാ? BI സർപ്രൈസ് അല്ലേ എടുക്കണ്ട, അവൻ്റെ സർപ്രൈസ് അല്ലേ എടുക്കണ്ട. ബിബി മോനെ, ഇതാണ് എൻ്റെ ബാച്ചിലേഴ്സ് കേക്ക്. വായിക്കി കുറച്ച് വായിക്കി, കേക്ക് കിട്ടുന്നു. ഹാപ്പി സിംഗ് അല്ല, ഹാപ്പി സിംഗിൾസ് ഡേ. അയാൾ എന്നെ ചോദിച്ചു സി ആണെന്നാണ് ചോദിച്ചത് സിംഗിൾസിന്. ബിബിമോ ഹാപ്പിയാണോ ബിബിമോനെ? എടുക്കെടുക്ക്. ഇവന്റെ ഫോണ് ശരിയില്ല. നിന്നോട് ആരെങ്കിലും ലൈറ്റ് ആവശ്യപ്പെട്ടു? പെട്ടെന്നൊരു ഗസ്റ്റ് വന്നതുകൊണ്ട് ചെറുതായിട്ട് നമ്മൾ വീണ്ടും റീഓർഗനൈസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്നാലും ബിബി മോൻ്റെ കട്ടെ, ബിബി മോനെ കട്ടെ കട്ടെ ബിബി മോനെ. കരയില്ലടാ, ഇതും കടന്നു പോകും. ജീവിതകാലം സിംഗിൾ. എടാ നീ നമുക്ക് വെച്ചോ, ആണ് ആചാരം. കേക്ക് തീർക്കാം, കുഴപ്പമില്ല കേട്ടോ. നമ്മള് ബിപിൻ ഹോട്ടലിലേക്ക് മാറ്റി. സഹൽ വന്ന് അവിടെ നമ്മളെ ഹോട്ടലിലേക്ക് മാറ്റി. രാവിലെ എത്ര മണിക്ക്? 5:45. ബൂട്ടീഷിനെ കാണാൻ പോകുന്നതാണ്. ഞാൻ ഓൾറെഡി ബൂട്ടി ആയതുകൊണ്ട് നമ്മൾ അപ്പോൾ നമുക്ക് നാളെ രാവിലെ ബ്യൂട്ടീഷ്യനെ കാണാം. ബൈ, നമുക്ക് രാവിലെ കാണാം. നീ എപ്പോൾ റെഡി ആവും? രാവിലെ ഇപ്പോൾ കാണാം. ബൈ. പയ്യൻസ് നമുക്ക് പോവാം. കറക്റ്റ് സമയത്ത് എത്തിയത്. ഓക്കെ, ലെറ്റ്സ് ഗോ. തിരുവല്ലയിൽ കേരള ബാങ്കിന് ഓപ്പോസിറ്റുള്ള ബെലേസയിൽ എത്തിയിട്ടുണ്ട്. രാവിലെ വിളിച്ചുണർത്തി. അതെ, ഇതിൻ്റെ ടച്ചപ്പ് നടത്താൻ. ടച്ചപ്പ് എക്സൈറ്റഡ് ആണോ? ചെറുതായിട്ട് മേക്ക് ഓവർ ആണോ? നമ്മൾ കാണുന്നതാണ്.
आज इसका शादी 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 chicken is ready. ബിപി മോനും ഞാനും മേക്ക് ഓവറിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. നമ്മൾ കുറച്ച് ലേറ്റായി. 8:15 ആയിട്ടുള്ളൂ, അത്ര ലേറ്റ് ആയിട്ടില്ല. എന്നാലും നീ ഒറ്റ കാരണം അതെ മുടിയും വെട്ടത്തില്ല. ബിപി മോൻ ലുക്കായില്ലേ? തീർന്ന് സിംഗിൾ ലൈഫ് തീരും ഇപ്പം. എന്നെ വേറെ ഒരു ജോലി ഇല്ല. നിന്റെ ഈ പ്രഷ്യസ് മൊമെന്റ് എനിക്ക് ഇയാളെന്തോ കാണിക്കുന്നു. വ്ലോഗ് ഉണ്ടോ? നിങ്ങളെല്ലാരും ഒരുമിച്ച് കൊടുക്കേ. സാലേ സാലേ ഹായ് ഹായ് ഹായ്. ഹായ്. ഇങ്ങനെയുള്ള ഫാമിലിയാണ് ബിഫോർ. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ കഴിക്കാം. നിനക്ക് വെള്ളം കിട്ടില്ലേ? ചായ കിട്ടില്ലടാ. അപ്പുറത്ത് കുടിച്ചാലോ? തട്ടുകട ബിപിനെ എക്സൈറ്റഡ് ആണോ? നീ സിംഗിൾ ആയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. നിങ്ങൾ ഏതാണ് തിരിച്ചു വരാൻ? ഇവന്റെ അടുത്ത് എന്തെങ്കിലും പറയണ്ട. അളി എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കണ്ട. അഡ്വൈസ് കൊടുക്കണ്ട. പറ. എന്റെ പേര് കൂടെ പറ. നിങ്ങളെല്ലാരും ചെറുപുഷ്പ സ്കൂളിലല്ലേ? വളരെ യാദൃശ്ചികമായി ഒരു ഇൻഫ്ലുവൻസറെ കണ്ടുകൂട്ടാൻ പറ്റി. ഇതാണ് ആള്. സ്കൂൾ ലെവലിലൊക്കെ ഡാൻസർ ആണ് മിലൻ. എല്ലാരും ചെറുപുഷ്പ സ്കൂൾ, ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ കുട്ടികളാണ്. അതെ, കായംകുളത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസർ ഉള്ള ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ ആയിട്ട് അറിയപ്പെടുന്നു. മതി, കുട്ടിയാണ്. അതെ, ബിപിന്റെ ഓഡിറ്റോറിയം. നമ്മൾ ബിപിന്റെ ഓഡിറ്റോറിയത്തിൽ കയറുന്ന കാഴ്ച. ഭയങ്കര വെയില്. അതെ, ഈ വീഡിയോയിൽ അറിയില്ലടാ പിന്നെ. എടാ ഫീൽ എന്താണ്? അപ്പോഴെല്ലാം പറഞ്ഞല്ലോ അല്ലേ? ബിബി ബിഗ് ബോസ്. കണ്ണടേക്ക് 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 കണ്ണടേക്ക്. ആ ഡ്രസ്സിന് ചേരുന്നുണ്ട്.
എടാ എനിക്ക് തമ്മിൽ ഇടാനാണ്. മാഫിയ കല്യാണമാണ്. അങ്ങനെ ഫൈനലി ആ ദിവസം വന്നെത്തിരിക്കുകയാണ് ഗൈസ്. ചാനലുണ്ടോ ആരെങ്കിലും കാണും? എക്സൈറ്റഡ് ആണോ? എക്സൈറ്റ്മെന്റ് ഉണ്ട്, ചെറിയ ടെൻഷൻ ഉണ്ട്, ചെറിയ വിഷമമുണ്ട് വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ, എല്ലാം കൂടെ മിക്സ്ഡ് ഇമോഷനാ. നീ ഉടനെ ദുബായിൽ പോകുന്നുണ്ടോ? അറിയത്തില്ല, അത് ഫയൽ പരിഗണിച്ചിട്ടേ ഉള്ളൂ പറയുന്ന പോലെ. ശരിയമ്മ. സാഹലെ ഹായ് പറയണം. ഹായ് പറയണം. എന്ത് ഇൻട്രൊഡക്ഷൻ സൂപ്പർ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആണ്. ഫസ്റ്റ് ഹാഫ് എൻട്രി വിത്ത് ബെല്ലി ഡാൻസ് ആൻഡ് ബെല്ലി ഡാൻസ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين. ബിസ്മി നൗഷാദിനെ താങ്കൾക്ക് 50 ഗ്രാം സ്വർണ്ണാഭരണത്തിന് പകരമായി വിവാഹം ചെയ്ത് ഇണയാക്കി തന്നിരിക്കുന്നു. താങ്കളുടെ മകൾ ബിസ്മി നൗഷാദിനെ 50 ഗ്രാം സ്വർണ്ണാഭരണത്തിന് പകരമായി വിവാഹം ചെയ്ത് ഇണയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. റബ്ബിൽ ആലമീൻ. ഫാത്തിഹ. കൈ വരയ്ക്കാതെ കേട്ടോ.
മാപ്പിളപ്പാട്ട് വിരോധിയാണ്. ഈ സൈഡിലൊരു ടീമുണ്ട്, ആ സൈഡിലൊരു ടീമുണ്ട്, ഇവര് തമ്മിൽ അടിയുണ്ട്. നീ ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യും, ആ ടീമിനെ സപ്പോർട്ട് ചെയ്യും. നീ ആ ടീമിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ അതിനൊരു വയസ്സാണ്. അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തേക്കുള്ളതായി അതിനകത്തൊരു 7 ക്യാമറ ഉണ്ടല്ലോ മണി. നടക്കുമോ? നടക്കും. കണ്ണൂരുകാർക്ക് ഈ ബിരിയാണി പറ്റുമോ? നീ കഴിക്കുന്നതിന് പൈനാപ്പിൾ ഉണ്ടോ അതിൽ? പൈനാപ്പിൾ ഇല്ലല്ലോ. പൈനാപ്പിൾ നിന്റെ വീഡിയോ ആണ് എടുക്കുന്നത്. മോനെ അവിടെ എന്താണ് നടക്കുന്നത്? ഇവന്റെ അടുത്ത് ചോദിക്കാതിരിക്കണം നല്ലത്. സ്ലോ മോഷൻ ഇങ്ങനെ. ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ ഇടൂല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. എന്നെ ടാഗ് ചെയ്യാം. എന്താ പറയാ? ബാക്കി പറ. മാമാരെ വെഡിങ്. റൊമാൻറ്റിക് വരുത്. പാണ്ടിപ്പേട്ട മ്യൂസിക്. പ്രകാശ് രാജിന്റെ റൊമാൻറ്റിക് വരുന്നത്. റൊമാൻസ് വരുന്നതാ. കരയുന്നുണ്ട്. അനിയത്തിക്ക് റിമോട്ട് തരാം. ആരാ അമ്മച്ചി കൂടെ അടുത്ത് ചെറിയ
ഫിനിഷിംഗ് ഷോട്ട്. ബിബിമോൻ ഹാപ്പിയാണ്. സായലേ നീ ഹാപ്പിയാണോട്ടോ? സൗത്ത് ഇന്ത്യൻ ബിരിയാണി എങ്ങനെയുണ്ട്? അടിപൊളി ബിരിയാണി, നല്ല വിശപ്പായിരുന്നു, ഞാൻ നല്ലോണം കഴിച്ചു. രണ്ടെണ്ണം കഴിച്ചു. പടക്കം പൊട്ടിച്ചു. കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. വീട്ടിൽ വന്ന് കേറിയിട്ടില്ല. അതിനു മുന്നേ സഫാനാണിച്ച് വെറുപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നു ഗൈസ്. ബിബിൻ എന്താ പറയണ? കല്യാണം കഴിഞ്ഞ ഫീല് പറ. ഷാറുഖ് ഖാൻ ബിപിന്റെ റൊമാൻസ് പുറത്തു വരുന്നു പറയുന്നുണ്ട്. റൊമാൻസ് കണ്ടില്ലേ? ഞാൻ ലൈവ് ഷോട്ട് എന്നേ പുറത്തു വന്നതാ. ഞാൻ റൊമാൻറ്റിക് ഹീറോ ആണ്. റൊമാൻസ് എന്റെ ഫേവറേറ്റ് റിംഗ് ഇതാണ്. ആര് വന്നിറങ്ങിയത്? എന്റെ അപ്പം ഇത്രയും തന്നിട്ട് അവര് മഹർ എന്നിട്ട് ഒന്നുമില്ല. ഇത് മാത്രം. ഈ താലി ഗൈസ്, ഇതാണ് എന്റെ ഒരു താലിക്ക് നല്ല കനമുണ്ട് ഗൈസ്. ഇത്രയുള്ള താലി കൊടുക്കണ്ടായിരുന്നു. ഇവന്റെ പോക്കറ്റ് കീറിയെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇവർക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കണ്ടോ കല്യാണം കഴിഞ്ഞിട്ട്? എനിക്കോ? എന്റെ കല്യാണം കഴിഞ്ഞില്ല. നിനക്ക് പക്ഷെ കൊടുക്കാലോ. ഞാൻ ഉപദേശം തരാം. നല്ലൊരു ഏത് ടോപ്പിക്കില ഉപദേശം വേണ്ടേ? റിലേഷൻഷിപ്പില് റിലേഷൻഷിപ്പിൽ നമ്മൾ എപ്പോഴും നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സാധനം അണ്ടർസ്റ്റാൻഡിങ്, കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായി? കമ്മ്യൂണിക്കേഷൻ. പരാതി കുറച്ച് നമ്മൾ അടി ഉണ്ടായി കഴിയുമ്പോഴത്തേനും ഒരു അടി കഴിയുമ്പോഴത്തേനും ഏകദേശം മനസ്സിലാവും. ഒരു അടി കഴിഞ്ഞിട്ട് ഒരാൾ ഒരു സ്റ്റോറി ഇടുന്നു ഒരു കാറിന്റെ, അതിനെ കുറിച്ച് അഭിപ്രായം എന്താണ്? ഒരു വെള്ളക്കാറാണെങ്കിൽ വെള്ള കാറാണ്, ആ കാറിനെ പൊക്കി പറയുന്നു. ഇതിന് കാര്യങ്ങൾ അഭിപ്രായം അതിന്റെ മറുപടി ഞാൻ അപ്പൊ തന്നെ കൊടുക്കുന്നു. ആ കാറിന് മിണ്ടാൻ പറ്റാത്തോണ്ടാണെന്ന്. എങ്ങനെ ഉണ്ടാവും? ഞാൻ റിപ്ലൈ അപ്പൊ തന്നെ കൊടുത്തു. That lady never lets you down because she can't talk. അതുകൊണ്ടാ മിണ്ടാൻ അവസരം ഉണ്ടായി. നല്ല വച്ചത്തറി അതും പറഞ്ഞു. ആ കാറ് അഭിപ്രായം വരാത്താണ് നിന്റെ അത് തന്നെ. കാറിന് സംസാരിക്കാൻ കഴിയത്തില്ലല്ലോ. കാറിന് സംസാരം കഴിവൊക്കെ ഉണ്ട്. മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി ഇവിടെ എങ്ങനെയാണ് ഉപദേശിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം വരെ ഇവള് ഹോമിയോ ഡോക്ടറാണ്. എല്ലാ കണക്കേനാ, ഞാൻ പോവാറില്ല. പൊളിയാണ്. ഓക്കെ. ഇവനെ കൂടെ കൊണ്ടു. Oh, yes, coming, man. അത് പറയരുത്. കൈ പിടിച്ചിട്ട് കൊടുത്ത് നല്ല ചിരിച്ചമ്മ അപ്പൊ നമ്മളെ വ്ളോഗ് ഇവിടെ തീരെയാണ്. ഇത് പെണ്ണിന്റെ സൈഡിലെ ആൾക്കാരാണ്, പെണ്ണിന്റെ കസിൻസും. ഇത് സിസ്റ്റർ. ഞാനാണ് എന്റെ സൈഡ്. സാഹിൽ ഖാൻ. ഓക്കെ, അപ്പൊ ഇവിടെ നടക്കുന്ന സീൻ എന്താന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മള് സൗത്ത് കേരളയിലുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന്റെ അന്ന് പെൺവീട്ടിലാണ് ചെക്കൻ പോകുന്നത്. അപ്പൊ ആദ്യം ചെക്കന്റെ വീട്ടിൽ വന്ന് ഇവരെല്ലാരും ഫുഡ് ഇഷ്ടപ്പെട്ട ഓക്കെ ഫുഡ് കഴിച്ചിട്ട് ഇവര് ഇനി പെണ്ണിന്റെ വീട്ടിൽ പോകും. എന്നിട്ട് റാഗിങ്ങും ആ വീഡിയോസ് ഇവർ അയച്ചു തരുന്നെങ്കിൽ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ
ബൈ. നിന്റെ അവിടെ എങ്ങനെ ചെല്ലും? നമ്മളവിടെ അങ്ങനെയല്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയടാ. ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും പൊട്ടിച്ച്. ഇതാണ് അവിടുത്തെ ഫെയർവെൽ സീൻ. ആകെ ഗോളാക്കി. സംഭവം അടിപൊളി. ആ ചാമ്പിക്കോ. എല്ലാരും ഇവിടെ നോക്കി, എല്ലാരും ഇവിടെ നോക്കി. ആരോ വാ. എല്ലാരും ഈ ക്യാമറ ഇവിടെ നോക്കി. Wish you a happy married life. എല്ലാവരും പറയണ പറഞ്ഞേ.